ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ വീണ്ടും ഞാൻ പാടത്തേക്ക് വന്നിരിക്കുകയാണ്. പാടമൊക്കെ 2 മാസത്തിൽ അധികം കഴിഞ്ഞു ഈ നെൽച്ചെടികൾ. സോ നെൽച്ചെടികളുടെ പകുതി കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു എന്നതാണ് അതിനർത്ഥം. ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ്. സൺഡേ കാലത്ത് 6:45 ആണ് ഇപ്പോൾ ടൈം. അപ്പോൾ പാടത്തേക്ക് വന്നിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ്. സൂര്യൻ ഇങ്ങനെ പതുക്കെ ഉദിച്ചു വരുന്നു. നല്ല മഞ്ഞുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് നല്ല തണുപ്പെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഇളം തണുപ്പ്. ആ ഒരു തണുപ്പിലൂടെ ഇങ്ങനെ പാടത്ത് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇന്നർ സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ പറയില്ലേ, ആത്മാവിനൊരു കുളിർമയൊക്കെയാണ് ഈ പാടത്ത് കൂടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനോഹരമായിട്ടുള്ള ഈ നെൽച്ചെടികളുടെ ഇടയിലൂടെ കുറച്ച് മഞ്ഞും പരിശുദ്ധിയും ഒക്കെ നിറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൺഡേ, എ ബ്യൂട്ടിഫുൾ മോർണിംഗ് എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇനി ഏകദേശം ഒരു ഇത്ര ദിവസം കൂടി കഴിഞ്ഞിട്ട്, ഇത്ര വേണ്ട, ഒരു 50 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലൊക്കെ കൊയ്യാറായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നല്ല മനോഹരമായിട്ടുള്ളൊരു ദിവസത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഈ വരമ്പത്ത് കൂടെ അധികം ആളുകൾ നടക്കാത്തത് കൊണ്ട് ഇവിടെ ആകെ ഒരു എന്താ പറയുക, കാടല്ല, പുല്ലൊക്കെ വളർന്നിട്ടുള്ള ഒരവസ്ഥയാണ്. ഞാൻ കാണിച്ചു കേട്ടോ. അതെ, അപ്പോൾ സാധാരണയായിട്ട് ഞങ്ങൾ വരാറുള്ള ഒരു വഴിയല്ല ഇത്, അതുകൊണ്ടാണ്. ഇത് വളരെ എളുപ്പ വഴിയാണ്. സോ കെയർഫുള്ളായിട്ട് നമ്മൾ നടക്കണം, അല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴും. അപ്പോൾ ഈ പാടത്തിൻ്റെ മനോഹാരിതയും ഇതൊക്കെ കണ്ടില്ലേ. സോ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞങ്ങളുടെ കോടന്നൂർ ഗ്രാമം അല്ലെങ്കിൽ കോടന്നൂർ നെൽപ്പാടങ്ങൾ കണ്ടിട്ട് എന്താണ് തോന്നണേന്നുള്ളത് കൃത്യമായിട്ട് പറയണം. കമൻറ്റിലൂടെയൊക്കെ പറയണം. ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. സോ ഇതാണ്. ഇനി ഏകദേശം ഒരു 50 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയ്ത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങും. അപ്പോൾ നമുക്ക് കാണാം. സോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമുക്ക് പതിയെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ദാ നോക്കിയേ, ഇപ്പോൾ നെല്ലിന് ചാമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ കണ്ട ദാ ചാമ്പാണ്. ആ കാണുന്നതാണ് ചാമ്പുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പ്രോസസ്സിന് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ പറയുന്നത് നെല്ലിന് ചാമ്പുക എന്നാണ്. കാലത്ത് വന്ന് ചാമ്പുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും വരാനായിട്ട് സാധിക്കില്ല. പരമാവധി നമ്മൾ നെല്ലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കാലത്ത് ഒരു 6:30 ആണ് വരിക. 6:30 തൊട്ട് ഒരു 8 മണി വരെയുള്ള സമയത്താണ് വരിക. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, നോക്കത്താ ദൂരത്തോളം നമ്മുടെ കോടന്നൂർ പാടശേഖരങ്ങൾ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. പാടശേഖരം വളരെയല്ല, നെൽച്ചെടികൾ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. നോക്കത്താ ദൂരത്തോളം പാടശേഖരം ഇങ്ങനെ കെടുക്കുകയാണ്. മനോഹരമായിട്ടുള്ള കാഴ്ച അല്ലേ. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മുതലേ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു മാറ്റവും മാറ്റം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം മാറിയിട്ടുണ്ടെങ്കിൽ ശരിയല്ലല്ലോ. പിന്നെ ഈ കൃഷിയാണ് പ്രാഥമിക സെക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനാണ് അല്ലേ. അപ്പോൾ ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഈ കൃഷി ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതാ ഇവിടെ മനോഹരമായിട്ടുള്ള, സൂര്യൻ ഉദിച്ച് വരാത്തത് കൊണ്ട് മനോഹരമായിട്ടുള്ള ചെടികളൊക്കെ വിടരാൻ നിൽക്കുന്നേ ഉള്ളൂ. കണ്ട, ഈ ചെടികളിങ്ങനെ വിടർന്ന് വരും. അങ്ങ് അകലെ ദാ നമ്മുടെ പിങ്ക് ആമ്പൽ ചെടികളൊക്കെ നല്ല മനോഹരമായിട്ട് നിൽക്കുന്നു.
പിങ്ക് അമ്പൽച്ചെടികൾ മനോഹരമായിട്ട് നിൽക്കുകയാണ്. അതിനപ്പുറത്തും നെൽച്ചെടികൾ തന്നെയാണ്, നെൽപ്പാടം തന്നെയാണ്. അങ്ങ് അകലയിൽ നിന്ന് എന്തിൻ്റെയോ പാട്ടിങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ ഇങ്ങനെ പാട്ടിങ്ങനെ ഒഴുകി വരുന്നുണ്ട്. എന്താ മനോഹരമായിട്ടുള്ള അമ്പൽപ്പാടാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൺഡേ, അതാണ് കാര്യം. അങ്ങനെ ഈ കൊല്ലത്തെ നെൽകൃഷി പകുതിയിലെത്തി നിൽക്കുന്നു. ഞാൻ വീണ്ടും ചാമ്പുന്നത് കാണിച്ചു തരാം. ഇതാ അങ്ങ് ദൂരെയാണ് ചാമ്പുന്നത്. ചാമ്പി ഇങ്ങനെ വരികയാണ്. വിവിധ കേടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചാമ്പുന്നത്. എനിക്കറിയില്ല ഇത് ചിലപ്പോൾ ഇവിടെ ചാമ്പുക എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് പറയുന്നതായിരിക്കും. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയുക എന്നുള്ളത് എനിക്കറിയില്ല. സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ. കുറച്ച് ആളുകളുണ്ട് ഇവിടെ. അവരുടെ വർത്താനമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. അടുത്തടുത്ത പാടങ്ങളിലെ ആളുകളാണ്. സൺഡേ ആയതുകൊണ്ട് അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതാണ് അമ്പൽപ്പാടം. കുറച്ച് പയറും കൂടെ നട്ടിരുന്നു. ഇന്നലെ പൊട്ടിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് വലിയ പയർ കാണാൻ പറ്റാത്തത്. അവിടെ വീണ്ടും പയർ വരുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പൊട്ടിക്കാം. ഇപ്പം അടുത്ത് കുറേ അധികം കിട്ടി, അതുകൊണ്ടാണ് കുറച്ച് കാണുന്നത്. ഇതേ കണ്ട, ഇനി വീണ്ടും പയറിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ, അതായത് 2-3 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ പൊട്ടിക്കാം. ഇപ്രാവശ്യം നന്നായിട്ട് പയറുണ്ടായിട്ടുണ്ട്. കുറച്ചധികം സ്ഥലത്തുണ്ട് ഇങ്ങനെ. അതൊരു ഇടവേളയായിട്ടല്ല, നമ്മൾ ഈ വരമ്പത്ത് ചെയ്യുന്നതാണ്. ഇവിടെ നിറയെ കണ്ട, ഇതാണ് പയറിൻ്റെ പൂക്കൾ. ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല വെയിലായിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:30 അടുക്കുന്നു. നല്ല വെയിലുണ്ട്, എന്നാലും നല്ല കാറ്റുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കാർഷിക വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആ ഭാഗത്തു നിന്നാണ് സൂര്യൻ്റെ ഒരു ഇത് വരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഒരിക്കൽ കൂടെ എല്ലാവരോടും താങ്ക് യു പറയുന്നു. നല്ല മനോഹരമായിട്ടുള്ള ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.